ഇതെങ്ങനെ റിയാസ് ബായിലേക്ക് എത്തി? ദിലീപ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരണം എന്നുണ്ടായിരുന്നു. അതായത് ഈ ഭൂമിയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരാള്, ഈ ഭൂമിയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരാള് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനല്ല പറഞ്ഞേ, ഒരു ഗ്രീക്ക് ദേവന്റെ ഔട്ട്ലുക്ക് ആണ്. താഴെ കൊണ്ടുപോയത് ഇത്രയും അറിഞ്ഞില്ല. സ്വാഭാവികം. അല്ല, ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും റിയാസ് ബായിയുടെ കോസ്റ്റ്യൂം ഉണ്ടോ? ദിലീപേട്ട ശ്രദ്ധിച്ചോ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. വെറൈറ്റി ഉണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്. അല്ല, ദിലീപേട്ട ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ഇരിക്കുന്ന ആരെയും പോലെ ഒരു ശ്രദ്ധ എങ്ങനെയാ ഈ ഗേൾസ് ഫോളോയിങ്ങിനെയൊക്കെ ഇപ്പോഴും എങ്ങനെ മാനേജ് ഉണ്ടോ? നിന്റെ ഓരോ കളികളെ പോലെ കേട്ടോ. എന്നാലും ഉണ്ടാവട്ടെ, അതുപോലെ അവരുടെ അച്ഛന്മാരൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഈ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് ലേഡീസിന്റെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടാ? ഞാൻ തന്നെ. അതെ വേറെ ആക്കത്ത് കൊടുക്കരുത്, ആർക്കും കൊടുക്കൂല. വീട്ടില് വൈഫ് അറിയരുത്, മക്കളറിയരുത്, എല്ലാം സിംഗിൾ ആയിട്ട് ദിലീപേട്ടനും ബൈച്ചേട്ടനും ആണ് സിനിമയിൽ ത്രൂ ഔട്ട് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. ശരിക്കും ഇന്ന് വരായിരുന്നതാ, പുള്ളിക്ക് വരാൻ പറ്റാത്ത കുറച്ച് വിഷയങ്ങളായി പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തగ్గടിക്കാൻ ഒരുപാട് സാധനങ്ങൾ തന്നേനെ. റിയാസ് ബായിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റിയാസ് ബായ് ഒരു ദിവസത്തിന്റെ സമയം മാറ്റി വെക്കുന്ന എന്തിനായിരിക്കും? ലെഷർ ഡേയ്സിൽ ഷൂട്ടില്ല, ചെക്ക് ചെയ്യാൻ, മസിൽ വെട്ടിക്കാൻ. അല്ലട്ടെ, ഇവര് പറയുന്നതിൽ അപ്പൊ എന്തോ കാര്യമുണ്ട്. ഭയങ്കരമായിട്ടുള്ള ലേഡീസ് ഫോളോയിങ് എവിടെ കേറുന്നുണ്ട്. അങ്ങനെ മറക്കാനാവാത്ത ഒരു ആരാധികയുടെ ഒരു ഇത് പറയാം, ഒരു ഇന്ററാക്ഷൻ പറയാൻ പറ്റും കേട്ടാ? അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഒരു ലേഡീസ് ഫാൻസും ഇല്ല. ആണോ? അയ്യടാ പാവം.